ഇവിടെ നമ്മുടെ ലാബ് 0 ബേസിക് കൺസെപ്റ്റ്സ് ആണ് പറയാൻ പോകുന്നത്. ഇത് ഗ്രാഫിക്സ് വ്യൂ, ഓൾജിബ്രായിക് വ്യൂ, നമുക്ക് പടങ്ങളൊക്കെ വരയ്ക്കാനായിട്ട് ഉള്ള സ്ഥലമാണിത്. ഇവിടെ ഫങ്ഷൻസിൻ്റെ പേരുകൾ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇത് ഓരോ ഫങ്ഷൻസ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്, ഇവിടെ പടം വരാനായിട്ട് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന ബാറാണ് ഇൻപുട്ട് ബാർ. അപ്പം ഇതിനകത്ത് ഈ ലാബിൽ നമ്മൾ കുറച്ച് ഫങ്ഷൻസിൻ്റെ ഡൊമെയിനും റേഞ്ചുമാണ് പറയാൻ പോകുന്നത്. ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്, അതെങ്ങനെ ഇൻപുട്ട് ചെയ്യും, അതിൻ്റെ ഡൊമെയിനും റേഞ്ചും. ഇപ്പോൾ ഫസ്റ്റ് വരുന്നത് ഐഡൻറ്റിറ്റി ഫങ്ഷൻ. നമുക്കറിയാം y=x എന്ന് പറയുന്ന ഫങ്ഷൻ. അപ്പം ഡിഫോൾട്ടായിട്ട് f(x) അടുത്ത ഫങ്ഷൻ കൊടുക്കുമ്പോൾ അത് g(x), അത് കഴിഞ്ഞിട്ട് h(x) ആ രീതിയിലായിരിക്കും പോകുന്നത്. അപ്പോൾ വെറുതെ x എന്ന് കൊടുത്താലും മതി. അപ്പോൾ ഇതാണ് y=x ഗ്രാഫ്, അത് നമുക്കറിയാം. അടുത്ത ഫങ്ഷൻ x²ൻ്റെ ഗ്രാഫ് U-ഷേപ്ഡ് ഗ്രാഫാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ ഒത്തിരി ഉപകാരപ്പെടും. അടുത്തത് മോഡ് എക്സ് ടൈപ്പ് ചെയ്യാനായിട്ട് ABS ബ്രാക്കറ്റിൽ x ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കാറ്. മോഡ് എക്സിൻ്റെ ഗ്രാഫ് V-ഷേപ്ഡ് ഗ്രാഫാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, അടുത്ത ഫങ്ഷൻ റൂട്ട് എക്സിന് SQRT, സ്ക്വയർ റൂട്ടിൻ്റെ SQRT ബ്രാക്കറ്റിൽ x ഈ രീതിയിലാണ് നമ്മൾ കൊടുക്കാറ്. ഇതാണ് റൂട്ട് എക്സിൻ്റെ ഗ്രാഫ്. അടുത്തത് x³ x⁻3. പവർ കൊടുക്കാനായിട്ട് എപ്പോഴും ഷിഫ്റ്റ് ക്യാപ്പ് കൊടുത്താൽ മതി. ക്യൂബ്. അടുത്തത് നമുക്ക് രണ്ട് ടൈപ്പ് സ്റ്റെപ്പ് ഫങ്ഷൻസ് ഉണ്ട്. ഒന്ന് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫങ്ഷൻ, നമ്മൾ +1 പഠിച്ചിട്ടുള്ള ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫങ്ഷനാണ്. അതിനെ നമ്മൾ ഫ്ലോർ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യും. ഇതാണ് ഫ്ലോർ എക്സിൻ്റെ ഇവിടെ താഴെയായിരിക്കും ഈ ബ്രാക്കറ്റ് വരുന്നത്, അല്ലെങ്കിൽ ഫുൾ ക്ലോസ്ഡ് ബ്രാക്കറ്റായിട്ടും, ഇതുപോലെ ഫുൾ ക്ലോസ്ഡ് ബ്രാക്കറ്റായിട്ടും ഫ്ലോർ എക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. ഇവിടെ വരുമ്പോൾ ഇത് ഇങ്ങനെയാണ്. ഈ ഫ്ലോർ എക്സിൻ്റെ പ്രത്യേകത 0 മുതൽ 1 വരെയുള്ള ആൾക്കാരുടെ ഇമേജ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. 1 മുതൽ 2 വരെയുള്ള ആൾക്കാരുടെ ഇമേജ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. 2 മുതൽ 3 വരെയുള്ള ആൾക്കാരുടെ ഇമേജ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. അങ്ങനെ. അപ്പോൾ 0 to 1 ഇവിടെ ഒരു ഗ്രാഫിൻ്റെ വര ഉണ്ടാവും. പിന്നെ ഒരു യൂണിറ്റ് മാറിയാണ് അടുത്ത സ്റ്റെപ്പുകൾ ഇങ്ങനെ വരുന്നത്. ഇതാണ് ഫ്ലോർ എക്സിൻ്റെ പ്രത്യേകത. ഇതുപോലെ തന്നെയുള്ളൊരു സ്റ്റെപ്പ് ഫങ്ഷനാണ് CLX വരുമ്പം കണ്ടോ, മേലിലാണ് ബ്രാക്കറ്റ് വരുന്നത്. CLXൻ്റെ അകത്ത് ഇവിടെയല്ല, ഇവിടെയാണ് 0 മുതൽ 1 വരെയുള്ള ആൾക്കാർ ഇമേജ് ഫ്ലോറിൽ 0 ആയിരുന്നുവെങ്കിൽ ഇവിടെ 1 ആണ് വരുന്നത്. അപ്പോൾ ഇത് ഓർത്താൽ മതി, 1 വരും. ഇവിടുന്ന് ഓരോ സ്റ്റെപ്പ് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയാണ് CL വരുന്നത്. ഫ്ലോറ് വരുന്നത് ഇങ്ങനെ 0 to 1 ഫ്ലോറിൻ്റെ ലൈൻ വരുന്നത്. പിന്നെ ഇങ്ങനെ ആയിരിക്കും. അതേസമയം സീലിൻ്റെത് വരുന്നത് 1 സ്റ്റെപ്പ് വരുന്നത്, പിന്നെ എവിടെ ഇങ്ങോട്ടേക്കായിരിക്കും. അപ്പോൾ ഇതാണ് ഫ്ലോർ ഫങ്ഷനും സീൽ ഫങ്ഷനും. നെക്സ്റ്റ് ഈസ് 1/x. ഇതാണ് 1/xൻ്റെ ഗ്രാഫ്. അടുത്തത് സിഗ്നം ഫങ്ഷൻ SIGN ബ്രാക്കറ്റിൽ x. സിഗ്നം ഫങ്ഷൻ ഇതാണ് സിഗ്നം ഫങ്ഷൻ്റെ ഗ്രാഫ്. ഇത്രയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഗ്രാഫ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഫങ്ഷൻസിൻ്റെ ഡൊമെയിനും റേഞ്ചുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ഇതാണ് x ആക്സിസ് ആണ് ഡൊമെയിൻ, y ആക്സിസ് ആണ് കോഡൊമെയിൻ. x ആക്സിസിൽ നിന്നാണ് നമുക്ക് ഡൊമെയിൻ കിട്ടുന്നത്, y ആക്സിസിൽ നിന്നാണ് നമുക്ക് റേഞ്ച് കിട്ടുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് f(x) = x. അതിനായിട്ട് നമ്മളിവിടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ എടുക്കുന്നു. ലൈൻ എടുത്തിട്ട് x ആക്സിസിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. x ആക്സിസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലൈൻ വരും. ഇനിയും ഈ x ആക്സിസിൽ ആരൊക്കെയാണ് ഡൊമെയിനിൽ വരുന്നത് എന്ന് ചെക്ക് ചെയ്യാൻ 1 കൊണ്ട് ഞാൻ ഈ ലൈൻ വെച്ചാൽ ആ ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ 1 നമുക്ക് ഡൊമെയിനിൽ വരും. 2 വെക്കുന്ന ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്, അപ്പോൾ 2 ഡൊമെയിനിൽ വരും. 3 ഡൊമെയിനിൽ വരും. 4 ഡൊമെയിനിൽ വരും. ഈ ഇടയ്ക്കുള്ള പോയിൻറ്റ്സ് കംപ്ലീറ്റ് 3യുടെയും 4ൻ്റെ ഇടയ്ക്ക് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഉണ്ട്, അവരെല്ലാവരും ഡൊമെയിനിൽ വരും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവരെല്ലാവരും ഡൊമെയിനിൽ വരും. ഇനി 11 ഡൊമെയിനിൽ വരുമോ?
11 ഡൊമെയിനിൽ വരുമോ എന്നറിയാൻ നമ്മൾ ഈ ഗ്രാഫ് നമ്മളൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കാം. സൂം ഔട്ട് ചെയ്യുമ്പം ഇവിടെ 11 ഉണ്ടായിരുന്നു, ഇവിടെയായിരുന്നു 11 ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം 11 ഡൊമെയിനിൽ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ പോയിൻറ്റ്സ് കംപ്ലീറ്റ് ഡൊമെയിനിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ നമുക്ക് ഇത്രയും കാണുന്നുള്ളൂ എങ്കിലും ഇത് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ പോയിൻറ്റ്സ് എല്ലാം ഡൊമെയിനിൽ വരും. അങ്ങനെ നോക്കുമ്പോൾ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് -∞ മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ആൾക്കാരെല്ലാം ഡൊമെയിനിൽ വരും. നമുക്ക് എന്ത് എഴുതാം? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ് ഇതിൻ്റെ ഡൊമെയിൻ. നമുക്ക് പറയാം എക്സിൻ്റെ ഡൊമെയിൻ, എക്സ് ഇൻപുട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡൊമെയിൻ ഈസ് ആർ. അടുത്തതായിട്ട് അതിൻ്റെ കോഡൊമെയിൻ റേഞ്ച് കണ്ടുപിടിക്കാൻ നമ്മൾ വൈ ആക്സിസിൽ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വെച്ചാൽ മതി. വൈ ആക്സിസിൽ പെർപെൻഡിക്കുലർ ലൈൻ വെക്കുമ്പോൾ ഇപ്പോൾ 5 റേഞ്ചിൽ വരുന്നുണ്ടെന്നാണ്. 5 വെക്കുന്ന ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പോൾ 5 റേഞ്ചിൽ വരുന്നുണ്ട്, 6 റേഞ്ചിൽ വരുന്നുണ്ട്. 5നും 6നും ഇടയ്ക്ക് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ആണ്. നമ്മളിതൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി. 5.5ഉം 5.4ഉം ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ പോയിൻറ്റ്സ് കംപ്ലീറ്റ് വരുന്നുണ്ട്. ഇവർ കംപ്ലീറ്റ് റേഞ്ചിൽ വരും. അപ്പോൾ റേഞ്ച് ഈസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഈ റിയൽ നമ്പേഴ്സിൻ്റെ കളക്ഷനാണ് റേഞ്ച് എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. അടുത്തത് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് യു ഷേപ്ഡ് ഗ്രാഫാണ്. എക്സ് സ്ക്വയറിൻ്റെ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാൻ ഇപ്പോൾ ഇവിടെ ഒരു ലൈൻ വെച്ചാൽ ആ ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. പോയിൻറ്റ് 2ൽ വെച്ചാൽ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്, 1ൽ വെച്ചാൽ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. 1നും 2നും ഇടയ്ക്കുള്ള എല്ലാ പോയിൻറ്റ്സിലും ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ടേക്കുണ്ട്. -1ൽ വെച്ചാൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വരുന്നുണ്ട്. -4ൽ വെച്ചാൽ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുമ്പോൾ ഇത് നിങ്ങൾ ഡ്രാഗ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും. ഈ ഫിഗർ രണ്ട് സൈഡിലേക്കും ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താണ് പോകുന്നത്. അപ്പം ഈ -3ൽ വെക്കുന്ന ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യും, -4ൽ വെക്കുന്ന ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യും. അങ്ങനെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ആരുടെ ഡൊമെയിൻ? കംപ്ലീറ്റ് റിയൽ നമ്പേഴ്സ് നമുക്ക് ഡൊമെയിനായിട്ട് വരും. ഇതിൻ്റെ ഡൊമെയിൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. അതേസമയം ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ വൈ ആക്സിസിൽ പെർപെൻഡിക്കുലറായിട്ട് വെക്കുകയാണെങ്കിൽ 4ലൂടെ പാസ് ചെയ്യുന്ന ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്, 3ലൂടെ പാസ് ചെയ്യുന്ന ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്കുള്ള പോയിൻറ്റ്സിലെല്ലാം ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. എവിടെ മുതലേ ഉള്ളൂ? 0 മുതൽ അങ്ങോട്ടേക്ക് പോയിൻറ്റ്സിൽ ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുള്ളൂ. -1ൽ വെച്ചാൽ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്, ഇല്ല. അപ്പോൾ -1 റേഞ്ചിൽ വരില്ല. അപ്പോൾ 1000 തൊട്ടേ വരുള്ളൂ. 0 മുതൽ അങ്ങ് മേളിലേക്ക് ഇൻഫിനിറ്റി ഉണ്ട്. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to ഇൻഫിനിറ്റി. ഇതാണ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to ഇൻഫിനിറ്റി. എക്സ് സ്ക്വയറിൻ്റെ ഡൊമെയിൻ 6, റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to ഇൻഫിനിറ്റി. ഈ എക്സ് സ്ക്വയർ പോലെ തന്നെയാണ് മോഡ് എക്സിൻ്റെ ഗ്രാഫ്. മോഡ് എക്സ് വരുമ്പോൾ ഡൊമെയിൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് വരും. ഡൊമെയിൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എല്ലാ പോയിൻറ്റ്സിലും ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഡൊമെയിൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് വരും. റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയും 0 മുതൽ മേളിലേക്ക് ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to ഇൻഫിനിറ്റി തന്നെയാണ് ഇവിടെ റേഞ്ച്. ഡൊമെയിൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, റേഞ്ച് ഇതാണ് മോഡ് എക്സിൻ്റെ കമാൻഡ് ABS ബ്രാക്കറ്റിൽ എക്സ്. അതുപോലെ റൂട്ട് എക്സിൻ്റെ കമാൻഡാണ് SQRT ബ്രാക്കറ്റിൽ എക്സ്. ഇതിൻ്റെ ഡൊമെയിനും റേഞ്ചും ഇതാണെന്നാണ് പറയുന്നത്. ഓപ്പൺ ഇൻ്റർവൽ 0 to ക്ലോസ്ഡ് ഇൻ്റർവൽ എപ്പോഴും ഇൻഫിനിറ്റി നമ്മൾ ഓപ്പൺ ആയിട്ടാണ് കൊടുക്കാറ്, -ഇൻഫിനിറ്റി ഓപ്പൺ ആയിട്ടാണ് കൊടുക്കാറ്. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to ഇൻഫിനിറ്റി ആണ് ഡൊമെയിനും റേഞ്ചും എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഈസ് റൂട്ട് എക്സ്. ഈ റൂട്ട് എക്സിൻ്റെ അകത്ത് നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ എടുത്ത് എക്സ് ആക്സിസിൽ വെക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ -1ൽ വെക്കുന്ന ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നില്ല. ഇങ്ങോട്ടേക്ക് ഒരു പോയിന്റിലും ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നില്ല. എവിടെ മുതലുള്ളൂ? 0 മുതൽ ഇങ്ങോട്ടേക്കുള്ള പോയിന്റ്സിൽ ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to ഇവിടെ ആയതുകൊണ്ട് ഇൻഫിനിറ്റി ഉണ്ട്. അപ്പോൾ ഇതാണ് ഡൊമെയിൻ, ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to ഇൻഫിനിറ്റി. ഇനി അതിന് റേഞ്ച് നോക്കാൻ വൈ ആക്സിസിൽ പെർപെൻഡിക്കുലർ ലൈൻ വെക്കുക.
-2 കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നില്ല, -1 പാസ് ചെയ്യുന്ന ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നില്ല, 0 മുതൽ അങ്ങോട്ടേക്ക് നമ്മുടെ ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഇനി 5 ഉണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. പക്ഷേ നമുക്കറിയാം ഇത് പോകുന്നത്, നമ്മുടെ ലൈൻ പോകുന്നത്, നമ്മുടെ ഈ റൂട്ട് എക്സിൻ്റെ ലൈൻ പോകുന്നത് ഇങ്ങനെ കയറിയാണ്. അപ്പോൾ ഇതിങ്ങനെ കയറി അങ്ങ് മേളിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ ഇങ്ങോട്ടേക്ക് സൂം ഔട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. അപ്പോൾ 5 ഒക്കെ റേഞ്ചിൽ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് മേളിലേക്ക് കംപ്ലീറ്റ് നമ്പേഴ്സ് റേഞ്ചിൽ വരും. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to ∞. നെക്സ്റ്റ് ഈസ് എക്സ് ക്യൂബ്. എക്സ് ക്യൂബിൻ്റെ ഡൊമെയിനും റേഞ്ചും റിയൽ നമ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ ഒരു ലൈൻ വെക്കുകയാണെങ്കിൽ, അപ്പോൾ ആദ്യം നമുക്കതിൻ്റെ ഫിഗർ ഒന്ന് നോക്കാം. സൂം ഔട്ട് ചെയ്ത് നോക്കാം. സൂം ഔട്ട് ചെയ്യുമ്പോൾ കണ്ടോ, അപ്പം ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ്, ഇത് -10 വരെയാണ് കാണിക്കുന്നത്, -10 to 10 കാണിക്കുന്നത്. ഇത് ഇങ്ങോട്ടേക്ക് അകന്നാണ് പോകുന്നത്, ഇത് അങ്ങോട്ടേക്ക് അകന്നാണ് പോകുന്നത്. അതായത് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താണ്, വളരെ മൈന്യൂട്ടായിട്ടുള്ള എക്സ്റ്റൻഷൻ ആണെങ്കിലും അത് എക്സ്റ്റെൻഡ് ചെയ്താണ് രണ്ട് സൈഡിലേക്കും പോകുന്നത്. ഇവിടെ -10 നമുക്കിങ്ങനെ അടുത്ത് കാണുന്നില്ലായിരുന്നു, പക്ഷേ സൂം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും -10 പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഡൊമെയിനും റേഞ്ചും കണ്ടുപിടിക്കാൻ പെർപെൻഡിക്കുലർ ലൈൻ എടുക്കുക, എക്സ് ആക്സിസിൽ വെക്കുക. ഡൊമെയിൻ എന്ന് പറയുന്നത് -1ഉം 2 ഒക്കെ ഡൊമെയിനിൽ വരും. ഇവിടെ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സാണ് ഡൊമെയിനിൽ വരുന്നത്. അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ലൈൻ പെർപെൻഡിക്കുലർ ടു y ആക്സിസിൽ വെച്ചുള്ള റേഞ്ചിലും സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സാണ് വരുന്നത്. അപ്പോൾ എക്സ് ക്യൂബിൻ്റെ ഡൊമെയിനും റേഞ്ചും സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. അടുത്തത് ഫ്ലോറെക്സ്. ഈ ഫ്ലോറെക്സിൻ്റെ പ്രത്യേകത എന്താണ്? ഫ്ലോറെക്സ്, സീലെക്സ് എന്നൊന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫ്ലോറെക്സ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരു ഇൻപുട്ട് കൊടുത്താൽ, ഇപ്പം x² എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താ? ഞാൻ ഇതിൻ്റെ അകത്തേക്ക് 1 കൊടുത്താൽ എനിക്കത് പുറത്തേക്ക് 1 ആയിട്ട് കിട്ടും. 1ൻ്റെ സ്ക്വയർ 1. ഇപ്പം ഞാനത് 2 ആണ് കൊടുക്കുന്നതെങ്കിൽ 2ൻ്റെ സ്ക്വയർ എന്ത് വരും? അത് 4 ആയിട്ട് വരും. അപ്പോൾ ആരെ ഇട്ട് കൊടുക്കുന്നു അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതിൻ്റെ സ്ക്വയറാണ് എന്ന് പറയുന്നത് പോലെ നമ്മൾ ഒരാളെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആൾ ഒരു ഇൻറ്റിജർ ആണ് എങ്കിൽ നമുക്ക് കിട്ടുന്നത് അയാളെ തന്നെയായിരിക്കും, ഇൻറ്റിജർ വാല്യൂ തന്നെയായിരിക്കും. അതായത് ഞാനൊരു നമ്പർ ലൈൻ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. 0, -1, -2, -3, 1, 2, 3, 4 ഇങ്ങനെയുള്ള പോയിൻറ്റ്സ് എടുക്കാം. ഈ പോയിൻറ്റ്സിൻ്റെ അകത്ത് ഇപ്പോൾ 0 ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്താൽ എനിക്ക് 0 തന്നെ കിട്ടും. 1 ഇട്ട് കൊടുത്താൽ 0 ഇട്ട് കൊടുത്താൽ 0 തന്നെ കിട്ടും. 1 ഇട്ട് കൊടുത്താൽ 1 തന്നെ കിട്ടും. 2 ഇട്ട് കൊടുത്താൽ 2 തന്നെ കിട്ടും. ഇനി 0യ്ക്കും 1നും ഇടയ്ക്ക് ആരുണ്ട്? 0.5 ഉണ്ട്, 0.6 ഉണ്ട്, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇവരൊക്കെ മാപ്പ് ചെയ്യുന്നത് ഫ്ലോറിലേക്കാണ്. ഫ്ലോർ എന്ന് പറയുമ്പോൾ ഇവരൊക്കെ മാപ്പ് ചെയ്യുന്നത് 0യിലേക്കാണ്. അതായത് ഈ ഇടയ്ക്ക് കിടക്കുന്ന നമ്പേഴ്സ് എല്ലാം നിങ്ങൾ നമ്പർ ലൈൻ വെച്ച് ഓർത്താൽ മതി. ഇവരുടെ മുന്നിൽ കിടക്കുന്ന ഇൻറ്റിജർ ആരാ? 0, അതിലേക്കാണ് മാപ്പ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ 0.5 ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്താൽ എനിക്ക് ഔട്ട്പുട്ടായിട്ട് എന്ത് കിട്ടും? എനിക്ക് 0 ആയിരിക്കും കിട്ടുന്നത്. ആ നമ്പറിന് തൊട്ട് മുമ്പ് നമ്പർ ലൈനിൽ ആരോ കിടക്കുന്നത്, ഏത് ഇൻറ്റിജർ ആണോ കിടക്കുന്നത് ആ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ 0.7 ഇട്ട് കൊടുത്താലും 0.7 ഇവിടെ എവിടെ വരും? 0.7ന് തൊട്ട് മുമ്പ് കിടക്കുന്ന ഇൻറ്റിജർ വാല്യൂ ആരാണോ അതായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ഇതാണ് ഫ്ലോർ ഫംഗ്ഷൻ്റെ പ്രത്യേകത. ഇനി ഇവിടെ 1.4 ഉണ്ട്, 1.5 ഉണ്ട്, 1.6 ഉണ്ട്. ഇവരെയൊക്കെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്, ഇവരെയൊക്കെ ഞാൻ ഇട്ട് കൊടുത്താൽ എനിക്ക് കിട്ടാൻ പോകുന്നത് 1 ആയിരിക്കും. അതായത് ഇവരെയൊക്കെ തൊട്ട് മുമ്പിൽ കിടക്കുന്നത് ആരാണോ 1 ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഇനി 2.5, 2.6 ഒക്കെ ആണെങ്കിൽ 2 ആയിരിക്കും കിട്ടാൻ പോകുന്നത് മുന്നിലുള്ള ആൾ. അതുപോലെ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ -1.5, -1.6 ഒക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഓർക്കും -1 ആണ്. പക്ഷെ അല്ല, അവരുടെ മുമ്പിൽ കിടക്കുന്ന ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ അവർ പോകുന്നത് -2യിലേക്കായിരിക്കും. ഇനി നമുക്കിത് ഗ്രാഫ് വെച്ചൊന്ന് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 0യ്ക്കും 1നും ഇടയ്ക്കുള്ള ആൾക്കാരുടെ ഒക്കെ ഇമേജ് 0 ആണെന്നാണ്.
സീറോയ്ക്കും വണ്ണിനൊക്കെ ഉള്ള ഇടയ്ക്കുള്ള ആൾക്കാർ ഇമേജ് 0 ആണ്. ഈ 0 ആണ്. ഇമേജ് എപ്പോഴും y ആക്സിസിലാണ് നോക്കുന്നത്. 0 ആണ്. ഇനിയും 1നും 2നും ഇടയ്ക്കുള്ള 1.4, 1.5, 1.6 ഒക്കെ മാർക്ക് ചെയ്യുന്നത് 1ലേക്കാണ്. അപ്പം നമുക്കിവിടെ കാണുമ്പോൾ അറിയാം 1 പോയിൻ്റ്, ഇത് സൂം ചെയ്യുമ്പോൾ ഇതിനിടയ്ക്ക് 1.5, 1.6 ഒക്കെ കിടപ്പുണ്ട്. അവരുടെയൊക്കെ ഇമേജ് ആരാ? 1 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. തൊട്ട് മുന്നത്തെ നമ്പർ ആണെങ്കിൽ അത് ഫ്ലോർ ഫംഗ്ഷൻ ആയിരിക്കും. 2.5ൻ്റെയും 2.6ൻ്റെയും ഒക്കെ ഇമേജ് ആയിട്ട് വരുന്ന ആരാ? 2 ആണ്. അപ്പോൾ ഇതാണ് ഫ്ലോർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ താഴോട്ട് വരുമ്പോൾ -0.5, 0.6 ഇവരൊക്കെ ഇമേജ് ആയിട്ട് വരുന്നത് -1 ആണ്. -1 ആണ് ഇമേജ് ആയിട്ട് വരുന്നത്. ഇതാണ് ഫ്ലോർ ഫംഗ്ഷൻ. അപ്പോൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓർത്താൽ മതി, ഫ്ലോർ ഫംഗ്ഷൻ്റെ അകത്ത് ഇവിടെയാണ് സ്റ്റാർട്ടിങ് വരെ വരുന്നത്. പിന്നെ ഒരു യൂണിറ്റ് മാറിയാണ് ഇങ്ങനെ പടം വരുന്നത്. അല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ 1ൻ്റെയും 2ൻ്റെയും ഇടയ്ക്കുള്ള ആൾക്കാർ ഇമേജും പ്രീവിയസ് ആൾക്കാരാണ് വരുന്നതെങ്കിൽ അത് ഫ്ലോർ ആയിരിക്കും. 2ൻ്റെയും 3ൻ്റെയും ഇടയ്ക്കുള്ള ആൾക്കാർ വരുന്നത് 2 ആണ്. അപ്പം അങ്ങനെ പ്രീവിയസ് ആണ് വരുന്നതെങ്കിൽ അത് ഫ്ലോർ ഫംഗ്ഷൻ ആയിരിക്കും. അടുത്ത ഫംഗ്ഷൻ ഫംഗ്ഷനാണ് സീൽ ഫംഗ്ഷൻ. സീൽ ഫംഗ്ഷൻ്റെ പ്രത്യേകത 0 തൊട്ട് 1 വരെയുള്ള ആൾക്കാരുടെ ഇമേജ് ഇപ്പുറത്തെ റൈറ്റിലെ ആളായിരിക്കും, 1 ആയിരിക്കും. അതായത് 0.5, 0.6 മാപ്പ് ചെയ്യുന്നത് 1ലേക്കായിരിക്കും. 1 തൊട്ട് 2 വരെയുള്ള ആൾക്കാർ 1.1, 1.2, 1.3 ഒക്കെ മാപ്പ് ചെയ്യുന്നത് 2ലേക്കായിരിക്കും. ഇവിടെ ഒന്ന് സൂം ചെയ്ത് നോക്കാം. സൂം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ നോക്കുകയാണെങ്കിൽ 0.2, 0.4, 0.6 ഒക്കെ ഫ്ലോറിൽ 0ലേക്കായിരുന്നു മാപ്പ് ചെയ്തതെങ്കിൽ ഇവിടെ 1ലേക്കായിരിക്കും മാപ്പ് ചെയ്യുന്നത്. 1.1, 1.2 ഒക്കെ മാപ്പ് ചെയ്യുന്നത് ഇവിടെ 2ലേക്കായിരിക്കും. 2.2, 2.4 ഇവരൊക്കെ 2.8 ഒക്കെ മാപ്പ് ചെയ്യുന്നത് അപ്പർ വാല്യൂ, നെക്സ്റ്റ് വാല്യൂയിലേക്കായിരിക്കും. ഫ്ലോറിലെ പ്രീവിയസ് വാല്യൂയിലേക്കായിരുന്നെങ്കിൽ ഇവിടെ നെക്സ്റ്റ് വാല്യൂയിലേക്കായിരിക്കും. ഈ 0 to 1 വരുന്ന 2 ആണ്, 2 to 3 വരുന്ന 3 ആണ്. നെക്സ്റ്റ് വാല്യൂയിലേക്കായിരിക്കും ഇത് പോകുന്നത്. നെഗറ്റീവ് സൈഡിലും അങ്ങനെ തന്നെ. അപ്പോൾ അതാണ് സീൽ ഫംഗ്ഷൻ. അപ്പം നമുക്ക് 2 സ്റ്റെപ്പ് ഫംഗ്ഷൻസേ പഠിക്കാനുള്ളൂ, ഒന്ന് ഫ്ലോറും ഒന്ന് സീലും. ഇനി അടുത്തതാണ് 1/x. അപ്പം ഫ്ലോറിൻ്റെ സീലിൻ്റെ ഡൊമെയിനും റേഞ്ചും പറഞ്ഞില്ല. ഡൊമെയിൻ വരുന്നത് നമ്മളൊരു ലൈൻ എടുത്ത് എക്സ് ആക്സിസിൽ വെക്കുകയാണെങ്കിൽ ഡൊമെയിൻ നമുക്കറിയാം 0ക്കും 1നും ഇടയ്ക്കുള്ള പോയിൻറ്റ്സ് എല്ലാം ഡൊമെയിനിൽ വരും. 1നും 2നും ഇടയ്ക്കുള്ള പോയിൻറ്റ്സ് കംപ്ലീറ്റ് വരും. 2നും 3ക്കും ഇടയ്ക്കുള്ള പോയിൻറ്റ്സ് കംപ്ലീറ്റ് വരും. ഇവരെല്ലാവരും ഡൊമെയിനിൽ വരും. ഇങ്ങോട്ടേക്ക് സ്റ്റെപ്സ് ഉണ്ട്, ഇവരെല്ലാം ഡൊമെയിനിൽ വരും. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. റേഞ്ച് വരുന്നത് ഇപ്പോൾ 5ൽ വെച്ചാൽ 5ലൂടെ പാസ് ചെയ്യുന്ന ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ 5 റേഞ്ചിൽ വരും, 4 റേഞ്ചിൽ വരും, 3 റേഞ്ചിൽ വരും, 2 റേഞ്ചിൽ വരും, 1 റേഞ്ചിൽ വരും. അപ്പം ഇവരെല്ലാമാണ് റേഞ്ചിൽ വരുന്നത്. അതായത് ഇൻറ്റിജർ വാല്യൂസ് മാത്രമേ വരുള്ളൂ. 2നും 1നും ഇടയ്ക്കുള്ള പോയിൻറ്റ്സ് ഒന്നും റേഞ്ചിൽ വരില്ല, കാരണം അവരിലൊന്നും ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നില്ല. അപ്പം ഇൻറ്റിജർ വാല്യൂസ് മാത്രമേ ഇവിടെ റേഞ്ചിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് ഈസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സും റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സുമാണ്. അതുപോലെ തന്നെയാണ് സീൽ ഫംഗ്ഷൻ്റെ ഡൊമെയിനും റേഞ്ചും വരുന്നത്. ഡൊമെയിൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സും റേഞ്ച് ഇൻറ്റിജേഴ്സും. അതുപോലെ അടുത്ത ഫംഗ്ഷനാണ് 1/x. 1/xൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ വരുമ്പോഴാണ് നമുക്കൊരു സംശയമുള്ളത്, അതായത് അറ്റ് 0യിൽ നമുക്കൊരു സംശയമുണ്ട്. അപ്പോൾ സംശയം മാറ്റാനായിട്ട് നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഇതൊന്ന് ഡ്രാഗ് ചെയ്ത് നോക്കാം. ഇവിടെ ഡ്രാഗ് ചെയ്യുമ്പോൾ കണ്ട ഒരു ഗ്യാപ്പ് ഉണ്ട് ഇവിടെ. അതായത്
ഒരിക്കലും ഈ ബ്ലൂ ലൈൻ ഇങ്ങോട്ടേക്ക് കയറുന്നില്ല. അതായത് നമ്മൾ എത്ര മേളിലേക്ക് പോവുകയാണെങ്കിലും ആ ഡിസ്റ്റൻസ് കൂടി വരുന്നുണ്ടോ സൂം ചെയ്യുമ്പോൾ. അതായത് ഒരിക്കലും നമ്മുടെ ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നില്ല. അറ്റ് ഇൻഫിനിറ്റിയിൽ പോലും നമ്മുടെ ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ സൂം ചെയ്യുകയാണെങ്കിൽ ഈ ഗ്യാപ്പ് കൂടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഡൊമെയിൻ എന്ന് പറയുന്നത് -∞ മുതൽ ഓപ്പൺ ഇൻ്റർവൽ 0 മാത്രമേ എക്സ്ക്ലൂഡ് ചെയ്യുന്നുള്ളൂ. 0യുടെ വളരെ അടുത്ത് വരെ ഇത് വരുന്നുണ്ട്. അപ്പോൾ ഓപ്പൺ ഇൻ്റർവൽ 0 യൂണിയൻ ഓപ്പൺ ഇൻ്റർവൽ 0 ഇൻഫിനിറ്റി ആണ് ഇതിൻ്റെ ഡൊമെയിൻ. ഇതിൻ്റെ റേഞ്ച് ഓക്കെ, ഇതിൻ്റെ ഡൊമെയിൻ നമുക്ക് നോക്കാം. ഡൊമെയിൻ വരുന്നത് -∞ 0 യൂണിയൻ 0 ഇൻഫിനിറ്റി. 0നെ മാത്രം എക്സ്ക്ലൂഡ് ചെയ്തു, റിയൽ നമ്പേഴ്സിനെ എക്സ്ക്ലൂഡ് ചെയ്തു. അടുത്തത് ഇതിൻ്റെ റേഞ്ച് നോക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് കേസ്. -∞ മുതൽ 0 വരെ ഉണ്ട്, യൂണിയൻ 0 to ഇൻഫിനിറ്റി. അപ്പം അങ്ങനെയാണ് അതിൻ്റെ റേഞ്ച് വരുന്നത്, അതിൻ്റെ റേഞ്ച്. ഓക്കെ, അടുത്തത് സിഗ്നം ഫംഗ്ഷൻ. സിഗ്നം ഫംഗ്ഷൻ്റെ അകത്ത് ഡൊമെയിൻ വരുന്നത് -∞ മുതൽ 0യിലും ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ 0 നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ. 1 മുതൽ, അതായത് എക്സ് ആക്സസിലാണല്ലോ ഡൊമെയിനിൽ ആൾക്കാരുടെ ഇമേജസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം 0യുടെ ലെഫ്റ്റിലേക്കുള്ള ആൾക്കാരെല്ലാം മാപ്പ് ചെയ്യുന്നത് 1ലേക്കാണ്. സിഗ്നം ഫംഗ്ഷൻ്റെ പ്രത്യേകത 0യുടെ ലെഫ്റ്റിലേക്കുള്ളവരെല്ലാം മാപ്പ് ചെയ്യുന്നത് 1ലേക്കാണ്. -1ൻ്റെ ഇമേജ് 1 ആണ്, -2ൻ്റെ ഇമേജ് 1 ആണ്, -3യുടെ ഇമേജ് 1 ആണ്. അതുപോലെ 1, 2, 3 ഒക്കെ മാപ്പ് ചെയ്യുന്നത് 1ലേക്കാണ്. 0 മാപ്പ് ചെയ്യുന്നത് 0ലേക്കാണ്. അപ്പോൾ ഇവിടെ ഒരു പൊട്ടുണ്ട്, ഒരു ഡോട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളൊരു ലൈൻ എടുത്തിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ -∞ മുതൽ ഇവിടെ വരെ ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യും, അവിടുന്ന് ഇങ്ങോട്ടേക്ക് ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ ചെരിച്ചുള്ള ലൈൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം -∞ ഇവിടെ ഒന്നും ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നത് ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1, പിന്നെ 0 എന്ന് പറയുന്നത് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു, 0 വരും. പിന്നെ ഇത് -1, -1, 0, 1 ഈ 3 പോയിൻറ്റ്സ് മാത്രമേ നമ്മുടെ റേഞ്ചിൽ വരുന്നുള്ളൂ. അപ്പോൾ സിഗ്നം ഫംഗ്ഷൻ്റെ ഡൊമെയിനും റേഞ്ചും നോക്കാം. ഡൊമെയിൻ 6 ആണ്, റേഞ്ച് -1, 0, 1 ഇത്രയും ആൾക്കാർ മാത്രമേ ഇതിൻ്റെ റേഞ്ചിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഡൊമെയിനും റേഞ്ചും. അടുത്തതായിട്ട് നമ്മുടെ ലാബ് 2 ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സിൻ്റെ അകത്ത് ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഈ 2 കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ലാബ് 3 ഡൊമെയിൻ ആൻഡ് റേഞ്ച് പറയാൻ പറ്റുള്ളൂ. ചെയ്യാൻ സിമ്പിളാണെങ്കിലും ഈ 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതിനകത്ത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആ പ്രോബ്ലംസ് ചെയ്യാനായിട്ട്, പക്ഷേ ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇതാണ് ലാബ് 2 ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സിലുള്ളത്. ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് കൺസെപ്റ്റ് വൈസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതായത് ഇവിടെ മെയിനായിട്ട് 4 ഫങ്ഷൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. 4 ഫങ്ഷൻസ് 4 ഡെഫിനിഷൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു ഫംഗ്ഷൻ x² ഉണ്ടെന്ന് വിചാരിക്കുക. x² കൂടെ നമ്മളൊരു നമ്പർ ആഡ് ചെയ്തു. ഇതാണ് ഫസ്റ്റ് ഡെഫിനിഷൻ പറയുന്നത്. f(x)ൻ്റെ കൂടെ നമ്മളൊരു നമ്പർ ആഡ് ചെയ്യുന്നു. രണ്ടാമത്തെ ഡെഫിനിഷൻ പറയുന്നത് എക്സിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ x² ആകുമ്പം എക്സിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് സ്ക്വയർ പുറത്തേക്ക് ഇടുന്നു. ഇതാണ് f(x+a) എന്ന് പറയുന്ന ഡെഫിനിഷൻ. മൂന്നാമത്തത് x² ഉണ്ടെങ്കിൽ x²ൻ്റെ പുറത്തേക്ക് ഒരു മൈനസ് കൊണ്ടിടുന്നു. നാലാമത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് x²ൻ്റെ അകത്ത് മൈനസ് ഇടുന്നു. ഇങ്ങനെയാണ് 4 ഡെഫിനിഷൻസ് ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ ഈ 4 ഡെഫിനിഷൻസ് വരുമ്പോൾ x² എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. x² പോലെ തന്നെ mod x
ഇവിടെ വേറെ മോഡെക്സിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല പല ഫങ്ഷൻസിന് ഈ ഡെഫിനിഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ഡെഫിനിഷൻ നോക്കാം. ഇവിടെ x², ഇത് സിമ്പിളാണ്, പ്രോബ്ലം ഇത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഐഡിയ കിട്ടും. അപ്പോൾ ഇവിടെ x² എന്ന് പറയുന്ന ഫങ്ഷൻ നമ്മൾ കൊടുത്തു. അടുത്തതായിട്ട് f(x) + a എന്ന ഡെഫിനിഷൻ കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ a കൊടുക്കുമ്പോൾ അതിന് മുമ്പായിട്ട് സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ സ്ലൈഡർ എടുക്കുക, ഇൻക്രിമെൻറ്റ് 0.1. ഓക്കെ, സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഡെഫിനിഷൻ അപ്ലൈ ചെയ്തു. ഓക്കെ, ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം g(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ വന്നു. ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താ? x² കൂടെ 1 ആഡ് ചെയ്തു. അപ്പോൾ x² എന്ന് പറയുന്നത് ഈ ഗ്രാഫായിരുന്നു. x² കൂടെ 1 ആഡ് ചെയ്തപ്പോൾ ഗ്രാഫ് എന്തായി? 1ൽ നിന്ന് മുകളിലേക്ക് എന്നായി. ഇനി ആ ഗ്രാഫ് x² + 2 ആയപ്പോൾ അത് 2ൽ നിന്ന് മുകളിലേക്ക് എന്നുള്ള രീതിയിൽ വന്നു. അതുപോലെ x² + 3 ആകുമ്പോൾ അത് 3ൽ നിന്ന് മുകളിലേക്ക് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ താഴെ x² മൈനസ് x² കൂടെ -1 ആഡ് ചെയ്തപ്പോൾ x² -1 ആയപ്പോൾ -1ൽ നിന്ന് മുകളിലേക്ക്, x² -2 എന്ന് പറയുമ്പോൾ -2ൽ നിന്ന് മുകളിലേക്ക്. ഈ രീതിയിലാണ് ഇതിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. അതായത് ഒരു ഫംഗ്ഷൻ്റെ പുറത്ത് നമ്മളൊരു നമ്പർ കൊണ്ട് ആഡ് ചെയ്താൽ അപ് ടു ഡൗൺ മൂവ്മെൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ് ടു ഡൗൺ മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ അലോങ് y ആക്സിസ് ആയിരിക്കും ഇതിൻ്റെ ഡെഫിനിഷൻ പോകുന്നത്. അപ്പം അതാണ് നമ്മുടെ ഫസ്റ്റ് ഡെഫിനിഷൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെഫിനിഷൻ. ഇപ്പോൾ x² കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ മോഡെക്സിൽ എന്താണ് ചേഞ്ച് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ഇൻപുട്ട് ബോക്സ് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാണ് എഫ് ഫംഗ്ഷൻ മാറ്റാൻ വേണ്ടി. ഓക്കെ, x² മാറ്റി മോഡെക്സ് ആക്കി. മോഡെക്സ് കൊടുത്തപ്പോഴും കണ്ട അപ് ടു ഡൗൺ മൂവ്മെൻ്റ് ആണ്. മോഡെക്സ് എന്ന് പറയുന്നത് 0 ആണ്. മോഡെക്സ് +1 ആണിത്, മോഡെക്സ് +2 ആണിത്, മോഡെക്സ് +3 ആണിത്. ഇത് മോഡെക്സ് -1 ആണ്, മോഡെക്സ് -2 ആണ്, മോഡെക്സ് -3 ആണ്. അപ്പോൾ ഇത് അപ് ടു ഡൗൺ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് f(x + a) ഉള്ളിൽ നമ്പർ വന്നാൽ എന്താണ് ചേഞ്ച് എന്നുള്ളതാണ് അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത്. അതിനിവിടെ നമുക്ക് x² തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിനിവിടെ f(x = x² എന്ന് തന്നെ കൊടുക്കുകയാണ്. നമ്മുടെ ഡെഫിനിഷൻ മാറ്റണം. ഡെഫിനിഷൻ f ബ്രാക്കറ്റിൽ എക്സിൻ്റെ കൂടെയാണ് a വരുന്നത് എന്നറിയാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ x² എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. x² കൂടെ ഞാൻ 1 ആഡ് ചെയ്യാണ്. x² കൂടെ 1 ആഡ് ചെയ്തപ്പോൾ x + 1² ആയി. ഉള്ളിൽ 1 വന്നു. വന്നപ്പോൾ കണ്ടോ -1ലാണ് ഗ്രാഫ് വന്നത്. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലായി ലെഫ്റ്റ് ടു റൈറ്റ് മൂവ്മെൻ്റ് ആണ്. നേരത്തെ അപ് ടു ഡൗൺ ആയിരുന്നെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ്മെൻ്റ് ആണ്. പക്ഷേ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണോ എന്നുള്ള കാര്യമോടെ നിങ്ങൾ മനസ്സിലാക്കാം. അതായത് 1ലാണെങ്കിൽ -1ൽ നിന്ന് മുകളിലേക്ക് എന്നുള്ള രീതിയിലാണ്, 2ലാണെങ്കിൽ -2ൽ നിന്ന് മുകളിലേക്ക് എന്നുള്ള രീതിയിലാണ് വരുന്നത്. 3ൽ നിന്നാണെങ്കിൽ -3ൽ നിന്ന് മുകളിലേക്ക്. അതുപോലെ തന്നെ -1 ആണെങ്കിൽ 1ൽ നിന്ന് മുകളിലേക്ക്, -1 ആണെങ്കിൽ 1ൽ നിന്ന് മുകളിലേക്ക്, -2 ആണെങ്കിൽ 2ൽ നിന്ന് മുകളിലേക്ക്. അങ്ങനെയായിരിക്കും ഇതിൻ്റെ റിഫ്ലക്ഷൻ അലോങ് ഷിഫ്റ്റിംഗ് അലോങ് x ആക്സിസ് ആണ് ഇവിടെ സെക്കൻഡ് ഡെഫിനിഷനിൽ വരുന്നത്. ഇത് രണ്ടും നമ്മൾ മെയിനായിട്ട് ഓർത്ത് വെക്കുക. അടുത്തത് ഇതും നമുക്ക് വേണം. ഇത് നമ്മൾ ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സിൽ പറഞ്ഞ കാര്യമാണ്. ഒരു ഫംഗ്ഷൻ്റെ പുറത്ത് നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ എന്താണ് വരുന്നത്? അതായത്
ഇപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഇപ്പോൾ ഇത് മുകളിലേക്ക് കിടക്കുന്ന ഫംഗ്ഷനാണ്. ഇതിൻ്റെ എക്സാക്ട് റിഫ്ലക്ഷൻ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഫംഗ്ഷൻ്റെ കൂടെ ഒരു മൈനസ് കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ മൈനസ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ കിട്ടും. അതാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇനിയും എക്സ് സ്ക്വയർ നമുക്കറിയാം, എക്സ് സ്ക്വയർ പ്ലസ് 1 എവിടെ വരും, എക്സ് സ്ക്വയർ പ്ലസ് 1 അക്കോർഡിംഗ് ടു ഡെഫിനിഷൻ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിൻ്റെ പുറത്ത് 1 ഇടുക, ഫസ്റ്റ് ഡെഫിനിഷൻ. എക്സ് സ്ക്വയർ പ്ലസ് 1 1ൽ നിന്ന് മുകളിലേക്ക് വരും. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ റിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ മൈനസ് കൊടുത്താൽ മതി. മൈനസ് കൊടുക്കുമ്പോൾ മൈനസ് എഫ് എന്ന് കൊടുത്താലും മതി. മൈനസ് എഫ് കൊടുക്കുക, കണ്ടോ റിഫ്ലക്ഷൻ നേരെ താഴേക്ക് വന്നു. അപ്പോൾ ഇതാണ് എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ റിഫ്ലക്ഷൻ, മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1. ഇതാണ് അടുത്ത മൂന്നാമത്തെ ഡെഫിനിഷൻ. ഒരു ഫംഗ്ഷൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് കിട്ടാൻ ഫംഗ്ഷൻ്റെ കൂടെ മൈനസ് ഇട്ട് കൊടുത്താൽ മതി. മോഡ് എക്സിൻ്റെ റിഫ്ലക്ഷൻ കിട്ടാൻ മോഡ് എക്സിൻ്റെ കൂടെ ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി. അതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. മോഡ് എക്സ് എ ബി എസ് ബ്രാക്കറ്റിൽ എക്സ് ആണ്. മോഡ് എക്സിൻ്റെ റിഫ്ലക്ഷൻ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ നെഗറ്റീവ് ഫംഗ്ഷൻ എടുത്താൽ മതി. ഇപ്പോൾ മോഡ് എക്സിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് കിട്ടി. എബൌട്ട് എക്സ് ആക്സിസ് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, ഇതാണ് ഈ ഡെഫിനിഷൻ. ലാസ്റ്റ് ഡെഫിനിഷൻ വരുന്നത് അകത്ത് മൈനസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈ തിയറിറ്റിക്കലായിട്ട് നോക്കാം. എക്സ് സ്ക്വയറിൻ്റെ അകത്ത് മൈനസ് ഇട്ട് കൊടുത്താലും പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നുമില്ല, എക്സ് സ്ക്വയർ തന്നെ കിട്ടും. പക്ഷെ 1/xൻ്റെ അകത്ത് മൈനസ് ഇട്ട് കൊടുത്താൽ അത് നെഗറ്റീവായിട്ട് മാറും. അപ്പം ഇത് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ്റെ അകത്ത് മൈനസ് ഇട്ട് കൊടുക്കുമ്പോൾ അതിന് ചേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ ആ ഫംഗ്ഷൻ നമ്മൾ എന്ത് പറയും, ഈവൻ ഫംഗ്ഷൻ എന്ന് പറയും. അതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ നെഗറ്റീവ് പുറത്തേക്ക് വന്നാൽ അതിനെ നമ്മൾ എന്ത് പറയും, ഓഡ് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ ഈവൻ ഫംഗ്ഷൻ ആകുമ്പോൾ ഗ്രാഫിന് ചേഞ്ച് ഉണ്ടാവില്ല. എക്സ് സ്ക്വയറിൻ്റെ അകത്ത് ഡെഫിനിഷൻ അപ്ലൈ ചെയ്താലും ഗ്രാഫിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അതായത് എക്സ് സ്ക്വയറിൻ്റെ അകത്ത് ബ്രാക്കറ്റിൽ മൈനസ് എക്സ് കൊടുത്തിട്ട് പുറത്ത് സ്ക്വയർ അല്ല, എക്സ് സ്ക്വയർ മൈനസ് അകത്ത് കൊടുത്ത് സ്ക്വയർ കൊടുത്താലും എൻ്റെ ഫംഗ്ഷന് ചേഞ്ച് ഒന്നും ഇല്ല. അതേസമയം 1/x എടുത്തിട്ട് 1/xൻ്റെ അകത്ത് 1/xൻ്റെ അകത്ത് മൈനസ് കൊടുക്കുക. എക്സിൻ്റെ അകത്ത് മൈനസ് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ റിഫ്ലക്ഷൻ കിട്ടും. ഓറഞ്ച് ഇങ്ങനെയാണ് എങ്കിൽ അതിൻ്റെ റിഫ്ലക്ഷൻ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. എബൌട്ട് വൈ ആക്സിസ് ആയിരിക്കും അതിൻ്റെ റിഫ്ലക്ഷൻ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ്. ഇത് ഓഡ് ഫംഗ്ഷൻ, ഇത് ഈവൻ ഫംഗ്ഷനാണ്, ഇത് ഓഡ് ഫംഗ്ഷനാണ്. ഈവൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഗ്രാഫിൽ ചേഞ്ച് ഇല്ല, ഗ്രാഫിൽ എക്സാക്ട്ലി കോയിൻസൈഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഈവൻ ഫംഗ്ഷനും. ഇവിടെ ഗ്രാഫിൽ ചേഞ്ച് വരുന്നത് കൊണ്ട് അത് ഓഡ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയായിട്ട് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്.